അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അൻ അബീ ദർദാഹ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉഖ്ബിറുക്കും ബി അഫ്ളല മിൻ ദർജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ ഖാലൂ ബലാ ഖാല ഇസ്ലാഹു ദാത്തിൽ ബൈനി ഫഇന്ന ഫസാദ ദാത്തിൽ ബൈനി ഹിയൽ ഖാലിഖ. അബൂ ദർദാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നോമ്പിനേക്കാളും നമസ്കാരത്തെക്കാളും ദാനധർമ്മത്തെക്കാളും വിശിഷ്ടമായ ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ? അനുചരന്മാർ പറഞ്ഞു, അതെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരസ്പര ബന്ധങ്ങൾ നന്നാക്കാൻ പരിശ്രമിക്കലാണത്. തീർച്ചയായും ആളുകൾക്കിടയിലെ ഭിന്നിപ്പ് എല്ലാറ്റിനെയും മുണ്ഡനം ചെയ്തു കളയും. സ്നേഹോദാരവും സൗഹാർദ്ദപരവും സഹകരണാത്മകവുമായ പരസ്പര ബന്ധം നിലനിർത്തി വളർത്തുക എന്നത് നമസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും ദാനധർമ്മത്തെക്കാളും വലിയ പുണ്യമാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് നമസ്കാരം. നോമ്പാവട്ടെ അള്ളാഹു താൻ തന്നെ നേരിട്ട് പ്രതിഫലമരുളുന്ന പുണ്യകർമ്മമെന്ന് പ്രഖ്യാപിച്ച ഇബാദത്താണ്. ദാനധർമ്മങ്ങൾക്ക് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള പുണ്യവും പ്രതിഫലവും അറിയാത്തവരാരുമുണ്ടാവില്ല. ഇവയേക്കാൾ ശ്രേഷ്ഠമാണ് നല്ല പരസ്പര ബന്ധം എന്ന് പറയുമ്പോൾ അതിനർത്ഥം നോമ്പ്, നമസ്കാരവും ദാനവുമൊക്കെ അപ്രസക്തമാണെന്നല്ല. മറിച്ച് ഈ വക ഇബാദത്തുകൾ മഹത്തരവും പുണ്യവും ശ്രേഷ്ഠവുമൊക്കെ ആയിത്തീരുന്നത് മനുഷ്യർ അതുവഴി പരസ്പര സ്നേഹവും മൈത്രിയും സഹകരണവും ഉള്ളവരായി തീരുമ്പോഴാണ് എന്നാകുന്നു. കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെ വെറുക്കുന്നവർ, അയൽക്കാരോട് വൈരം പുലർത്തുന്നവർ, മറ്റു സമുദായങ്ങളോട് വിദ്വേഷം പുലർത്തുന്നവർ, മറ്റു രാജ്യങ്ങളെ തകർക്കാൻ തക്കം പാർത്തിരിക്കുന്നവർ, ഇവരുടെയൊക്കെ നമസ്കാരത്തിനും നോമ്പിനും ദാനധർമ്മങ്ങൾക്കും അള്ളാഹു ശ്രേഷ്ഠത കൽപ്പിക്കുന്നില്ല. സ്നേഹസംവരണവും സൗഹാർദ്ദപരവും സഹകരണാത്മകവുമായ പരസ്പര ബന്ധം വളർത്തിയെടുക്കുന്നതിലാണ് അതിനേക്കാളേറെ പുണ്യമുള്ളത്. സ്വന്തം സഹോദരനെക്കുറിച്ച് പകയും വെറുപ്പും വിദ്വേഷവും കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നിഷ്കളങ്ക മാനസനായി അള്ളാഹുവിലേക്ക് കൈ ഉയർത്താനും അവനോട് പ്രാർത്ഥിക്കാനും സാധിക്കുക? ദീനിൽ ആരാധനകളേക്കാൾ ഐക്യം പ്രധാനമാകുന്നത് അതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സ്വദഖ ഇസ്ലാഹു ദാത്തിൽ ബൈനി. ദാനധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായത് ഭിന്നിച്ചു നിൽക്കുന്നവർക്കിടയിൽ യോജിപ്പുണ്ടാക്കലത്രേ. കളവ് പറയൽ ഏതവസ്ഥയിലും ദീൻ വിലക്കിയ കുറ്റമാണ്. എന്നാൽ ജനങ്ങൾക്കിടയിൽ ഐക്യവും യോജിപ്പുമുണ്ടാക്കാൻ ഒരാൾക്ക് കളവ് പറയേണ്ടി വന്നാൽ അയാൾ കുറ്റക്കാരനല്ലെന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അബൂ കാഹിൽ റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകന്റെ 2 അനുചരന്മാർക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി. അങ്ങനെ അവർ പരസ്പരം പിണങ്ങി. അവരെ യോജിപ്പിക്കുന്നതിനായി ഒരാളുടെ അടുക്കൽ ചെന്ന് ഞാൻ പറഞ്ഞു, നിനക്കെന്തുപറ്റി? നിന്റെ കൂട്ടുകാരൻ നിന്നെപ്പറ്റി പുകഴ്ത്തി സംസാരിക്കുന്നതും നിനക്ക് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. തുടർന്ന് രണ്ടാമന്റെ അടുക്കൽ ചെന്നും ഞാൻ ഇപ്രകാരം തന്നെ പറഞ്ഞു. അങ്ങനെ അവർക്കിടയിലുള്ള പിണക്കം ഇല്ലാതാവുകയും അവർ പഴയ പോലെ കൂട്ടുകാരാവുകയും ചെയ്തു. പിന്നീട് ഞാൻ ആലോചിച്ചു, ഞാൻ എന്താണ് ചെയ്തത്? അവർക്കിടയിൽ ഐക്യമുണ്ടാക്കാനായി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ശരീരത്തെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ഈ വിവരം പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അബൂ കാഹിലെ, ജനങ്ങൾക്കിടയിൽ പിണക്കങ്ങൾ തീർക്കാൻ തന്നെയാണ് നീ പരിശ്രമിക്കേണ്ടത്. അത് ഇന്ന ഇന്ന കളവുകൾ പറഞ്ഞുകൊണ്ടാണെങ്കിലും ശരി. അനൈക്യവും ഛിദ്രതയുമാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. അത്രത്തോളം മാരകമല്ല മറ്റൊന്നും. എത്ര ഭദ്രമായ സമൂഹങ്ങളെയും ക്ഷണനേരത്തിനുള്ളിൽ തകർത്തുകളയാൻ അനൈക്യത്തിന്റെ വിത്തുകൾക്ക് സാധിക്കും. വ്യക്തികളുടെ ഓജസ്സും തേജസ്സും നിർവീര്യമായി പോവാൻ അത് കാരണമായി തീരും. സൂറ അൽ അൻഫാൽ 46-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. നിങ്ങൾ പരസ്പരം കലഹിക്കാതിരിക്കുക. കലഹിക്കുന്ന പക്ഷം നിങ്ങൾ ദുർബലരാവുകയും നിങ്ങളുടെ വീര്യം ചോർന്നു പോവുകയും ചെയ്യും. ക്ഷമയോടെ വർത്തിക്കുക. നിശ്ചയം അള്ളാഹു ക്ഷമാശീലരോടൊപ്പമല്ലോ. ബന്ധങ്ങൾ തകർന്നാൽ സമൂഹം തന്നെ തകർന്നു പോകും. അതിനാൽ മാനുഷിക ബന്ധങ്ങളിൽ അവ എത്ര നിസ്സാരമാണെങ്കിൽ പോലും പൊട്ടലും ചീറ്റലും വരാതെ സൂക്ഷിക്കാൻ സമൂഹത്തിലെ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ.
ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.